ഭൂരിക്കൊപ്പം കൂട്ടാൻ ഒരു കറി പരിചയപ്പെടുത്താം. അതിനായിട്ട് 3 ചുവന്ന മുള്ളങ്കിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ കുമ്പളങ്ങിയുണ്ട്, തക്കാളിയുണ്ട്, വലിയുള്ളിയുണ്ട്, വഴുതനങ്ങയുണ്ട്, ഒരു കിഴങ്ങുണ്ട്, മല്ലിയിലയും ഉണ്ട്. ഇനി ഇത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. ആദ്യം ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വഴുതനങ്ങ അങ്ങനെ നെടുകെ പൊളിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, കിഴങ്ങ്, മുള്ളങ്കി ഞാനിങ്ങനെ തോലൊന്ന് ചുരണ്ടിയ ശേഷം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോൽ അധികം ഞാൻ കളയാറില്ല. ഇതിനൊരു ചെറിയ കയ്പുണ്ട് ആ തോല്. അത് നല്ല ഔഷധ ഗുണമുള്ള സംഭവമാണ്. കുറച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളും വലിയുള്ളി ഒന്ന് വാട്ടത്തിലരിഞ്ഞതും മല്ലിയിലയും. ഇനി നമുക്കിത് എങ്ങനെയാണ് കറിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വഴുതനങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് നമ്മൾ ഈ ബാക്കി വെച്ച എല്ലാ കഷ്ണങ്ങളും കൊട്ടിക്കൊടുക്കണം. മല്ലിയില ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. അധികം വെള്ളം വേണ്ട. കഷ്ണം ഒരുവിധം മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റോളം ഇത് വേവാൻ സമയമെടുക്കും. കറിക്ക് വേണ്ട കൂട്ട് പറഞ്ഞു തരാം. ഞാനിങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു മസാല കൂട്ട്, അതായത് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പെരിഞ്ചീരകം, കരാമ്പൂ, ഏലക്കായ, ഇതെല്ലാം പാടങ്ങനെ ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 1-1.5 ടീസ്പൂണ്. ഇതിൽ പട്ടയുണ്ട്, ഗ്രാമ്പൂണ്ട്, പെരിഞ്ചീരകമുണ്ട്. അതിലുള്ള ആ പാക്കറ്റിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഗരം മസാല ഉപയോഗിച്ചാലും മതി. 1/2 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ജീരകവും, കുറച്ച് മല്ലിയിലയും, ഒരു കഷ്ണം ഇഞ്ചിയും, 3 ടീസ്പൂൺ മല്ലിയും, ഒരു കുടം വെളുത്തുള്ളിയും, കൂടെ അരമുറി നാളികേരവും ചിരവിയെടുത്തിട്ടുണ്ട്. ഇത് ഒക്കെ കൂടി ഇതും ഈ നാളികേരവും കൂടി വറുത്തരച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്താൽ മതിയാകും. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ 2 ടീസ്പൂണോളം. കറുവേപ്പില ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വറുത്തെടുക്കാൻ വെച്ച ഈ സാധനങ്ങളെല്ലാം തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് വേറെ അരയ്ക്കണം. അതിനുശേഷം നാളികേരവും വറുത്തരയ്ക്കണം. നമ്മുടെ കറി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വറുത്തരച്ചത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഇത് തിളച്ച് വരട്ടെ. ഒരുപാട് വെള്ളം പാടില്ല. ഭൂരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. കഞ്ഞിക്കും ഇത് പറ്റും, നൂലുപുട്ടിനും ദോശയ്ക്കും ഒക്കെ പറ്റും. മുള്ളങ്കിക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് മുള്ളങ്കി. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. 5 മിനിറ്റിന് ശേഷം ഞാൻ അടപ്പ് തുറന്ന് നോക്കുകയാണ്. നല്ല പോലെ വെന്ത് ഈ അരപ്പൊക്കെ ചേർന്ന് കറി അടിപൊളിയായിട്ടുണ്ട്. മുള്ളങ്കി കറി. ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വാദിഷ്ടമായ ഈ ഒരു മസാലക്കറിയിൽ മസാല കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ.